എന്തായിക്കട്ടെ അത് ട്രെയിൻ അങ്ങനെ ആലപ്പുഴ സ്റ്റേഷൻ വിട്ടു കേട്ടോ. ഏകദേശം ഒരു 10 മണിയോടെ ഞങ്ങൾ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെത്തിയേ. തിരുവനന്തപുരം സൂയിലേക്ക് ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ സ്വകാര്യതയിൽ. ഫൈനലി ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിലെത്തിയിരിക്കുക. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാനും ഹരിക്കുട്ടനും കൂടെ ആ വാതിക്കുള്ള ഭംഗിയെല്ലാം അങ്ങ് ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ആ മരം കണ്ടോ, അതിൽ നിറയെ അണ്ണാറക്കണ്ണൻ മരമായിരുന്നേ. ഇപ്പോൾ ഹരിക്കുട്ടന് 3 വയസ്സ്, എല്ലാം തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ. അതുകൊണ്ട് തന്നെ അവൻ ബുക്കിൽ കണ്ട കുറേ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നേരിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയ കേട്ടോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സൂവിലേക്ക് ഞങ്ങൾ ചെന്ന സമയം, തിരഞ്ഞെടുത്ത ആ സമയം, അതാട്ടോ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം എല്ലാ മൃഗങ്ങളും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഈ സൂവിലുണ്ടല്ലോ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാവുന്നതുകൊണ്ട് തന്നെ എല്ലാം നല്ല വിശദമായിട്ട് കണ്ടു തന്നെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഹരിക്കുട്ടൻ അത് അത്രയും ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് മാത്രമല്ലാതെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉരകങ്ങൾ, അവരുടെ ഒരു ഗാലറി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. പക്ഷെ നമ്മൾ കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിലുള്ള വലിയ വലിയ പാമ്പുകൾ വരെ അതിനകത്തുണ്ടായിരുന്നേ. പിന്നെ പക്ഷിക്കൂട്ടത്തിൽ കഷണ്ടിത്തലയും കൊക്കും കറുത്ത സ്വാനും പിന്നെന്താ നമ്മുടെ വൾച്ചറും വലിയ ഭീമാകാരനായിട്ടുള്ള പരുന്തുമൊക്കെ നമുക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഇവരെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണാനുള്ളത് കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് കേട്ടോ. സിംഹം, ബംഗാൾ കടുവ, വെള്ളക്കടുവ, ലെപ്പേർഡ്, ഇവരെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഭയം തന്നെയാണ് കേട്ടോ വന്നത്. ഒരിക്കലും എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വൈറ്റ് കളറുള്ള മാനുകളെ കേട്ടോ. എന്തൊരു ഓറയല്ലേ അവിടെ ചെന്നപ്പോൾ തന്നെ ആ വൈറ്റ് കളറുള്ള മാനുകൾ കിടക്കുന്നതിനപ്പോൾ തന്നെ എനിക്ക് മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ. സിംഹരാജനാകട്ടെ സിംഹിണിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുണ്ടൊരു അപ്പുറം ഇപ്പുറമുള്ള കൂട്ടിലിട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ പാവം കാണ്ടാമൃഗമാകട്ടെ അവിടെയുള്ള പുല്ലും തിന്നുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. സൂ കണ്ടു തീർത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് രാജാ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ, ഒറിജിനൽ പെയിൻറ്റിങ്സ് ഒക്കെ കാണുന്ന ആ ഒരു ഗാലറിയിലോട്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയം. കാര്യം കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് തിരിച്ചിനി ആലപ്പുഴ എത്തേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണി ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്താൽ ഇതുപോലൊരു സ്നാക്സ് ബോക്സ് കിട്ടും കേട്ടോ. ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഹരിക്കുട്ടന് വേണ്ടിയുള്ള ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈ ജേണിയും സൂപ്പറായിരുന്നു.